ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 34. യഥാ പ്രകാശയത്യേകഃ കൃഷ്ണം ലോകമിമം രവിഃ ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. വിവർത്തനം. ഭാരതപുത്ര, സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെ ജീവാത്മാവ് ശരീരത്തിലിരുന്നു കൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു. ഭാവാർത്ഥം. പ്രജ്ഞയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ പലതുമുണ്ട്. ഇവിടെ ഭഗവത്ഗീത സൂര്യനെയും സൂര്യപ്രകാശത്തെയും ഉദാഹരണമാക്കുന്നു. സൂര്യൻ ഒരിടത്ത് നിന്നുകൊണ്ട് വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെയാണ് ഹൃദയസ്ഥനായ ജീവാത്മാഗണം ശരീരത്തെ മുഴുവൻ പ്രജ്ഞാഭാസുരമാക്കുന്നത്. സൂര്യപ്രകാശം സൂര്യൻ്റെ സാന്നിധ്യത്തിന് തെളിവാണെന്ന പോലെ പ്രജ്ഞ ആത്മാവിൻ്റെ സാന്നിധ്യത്തിനും തെളിവാണ്. ശരീരത്തിൽ ആത്മാവിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ അതിലെങ്ങും പ്രജ്ഞയുടെ പ്രകാശമുണ്ടായിരിക്കും. ആത്മാവ് വിട്ടുപോയ ശരീരത്തിൽ പ്രജ്ഞ ശേഷിക്കുകയില്ലതാനും. ബുദ്ധിയുള്ള ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണിത്. പദാർത്ഥങ്ങളുടെ സങ്കലനത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ഉൽപ്പന്നമല്ല പ്രജ്ഞ. ജീവാത്മാവിൻ്റെ ലക്ഷണമാണത്. ഗുണത്തെ സംബന്ധിച്ചിടത്തോളം ജീവാത്മാവിൻ്റെ പ്രജ്ഞ പരമോന്നത പ്രജ്ഞയോട് തുല്യമെന്നിരിക്കലും അതിന് പരമോന്നതിയില്ല. ഒരു പ്രത്യേക ശരീരത്തിലെ പ്രജ്ഞയ്ക്ക് മറ്റൊരു ശരീരത്തിലുള്ള പ്രജ്ഞയിൽ പങ്കില്ലെന്നതു തന്നെ കാരണം. വ്യക്തിഗത ജീവാത്മാവിൻ്റെ സുഹൃത്തെന്ന നിലയിൽ സർവ്വശരീരങ്ങളിലും സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാകട്ടെ സർവ്വജീവജാലങ്ങളുടെയും ബോധം ഉൾക്കൊള്ളുന്നു. ഇതാണ് വ്യക്തിഗത പ്രജ്ഞയ്ക്കും പരമോന്നത പ്രജ്ഞയ്ക്കും തമ്മിലുള്ള വ്യത്യാസം. ശ്ലോകം 35. ക്ഷേത്രക്ഷേത്രജ്ഞയോരേവ മന്ദരം ജ്ഞാനചക്ഷുഷാ ഭൂത പ്രകൃതിമോക്ഷം ച യേ വിദുർയാന്തി തേ പരം. വിവർത്തനം. ശരീരത്തിനും അഥവാ ക്ഷേത്രത്തിനും അതിനെ അറിയുന്നവനും അഥവാ ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാനുതകുന്ന പ്രക്രിയ എന്തെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കും. ഭാവാർത്ഥം. ശരീരവും അതിൻ്റെ ഉടമയായ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന് വിശദീകരിക്കുകയാണ് ഈ അധ്യായത്തിൻ്റെ ഉദ്ദേശ്യം. 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്ന മുക്തിപ്രക്രിയ ശരിയാം വണ്ണം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പരമലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കും. ഈശ്വരനെപ്പറ്റി കേൾക്കാനും അങ്ങനെ ക്രമേണ ജ്ഞാനം നേടാനും അവസരം നൽകുന്ന സത്സംഗമാണ് വിശ്വാസമുള്ള മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യം. ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചാൽ ജഡപദാർത്ഥവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതുതന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. ആധ്യാത്മിക ഗുരു വിവിധ ഉപദേശങ്ങളാൽ ശിഷ്യനെ ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പത്തിൽ നിന്ന് മുക്തനാവാൻ സഹായിക്കും. ഉദാഹരണമായി ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ച് ഭൗതിക ചിന്താസരണിയിൽ നിന്ന് പിന്തിരിക്കുന്നത് നോക്കുക. ഈ ശരീരം ജഡമാണെന്ന് ഏവർക്കും അറിയാം. അതിനെ 24 മൂലകങ്ങളായി വിശകലനം ചെയ്യാൻ കഴിയും. ഒരു സ്ഥൂലമായ ആവിഷ്കാരമാണ് ശരീരം. മനസ്സും വൈകാരിക വൃത്തികളുമത്രേ സൂക്ഷ്മാവിഷ്കാരങ്ങൾ. ഈ 2 വിഭാഗങ്ങളുടെയും സങ്കലനം ജീവലക്ഷണങ്ങളാണെന്നറിയപ്പെടുന്നു. ഇവയ്ക്കെല്ലാം ഉപരി ജീവാത്മാവുമുണ്ട്, പരമാത്മാവുമുണ്ട്. ജീവാത്മാവും പരമാത്മാവും രണ്ടാണ്. ജീവാത്മാവിൻ്റെയും 24 മൂലകങ്ങളുടെയും സംയോഗമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിച്ചു പോരുന്നത്. ഈ പ്രത്യക്ഷ പ്രപഞ്ചഘടനയെ ഇങ്ങനെ ജീവാത്മാവിൻ്റെയും ഭൗതിക മൂലകങ്ങളുടെയും സംയോജന ഫലമായി കാണാനും പരമാത്മാവിൻ്റെ സ്ഥിതി അറിയാനും സാധിച്ചവർ ആധ്യാത്മിക ലോകപ്രാപ്തിക്ക് അർഹരാവുന്നു. മനനം കൊണ്ട് സാക്ഷാത്കരിക്കേണ്ടവയാണ് ഈ വിഷയങ്ങൾ. ഈ അധ്യായം ഒരു ആധ്യാത്മിക ആചാര്യൻ്റെ
സഹായത്തോടെ നിഷ്കൃഷ്ടമായി പഠിച്ചറിയേണ്ടതുണ്ട്. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന ഭഗവത്ഗീതയുടെ 13-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.